ഞങ്ങൾ രാത്രി സർക്കീറ്റിൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ രാത്രിയാണ് അധികം പോവുക. ഏട്ടന് അന്നേരമാണ് ഒഴിവുണ്ടാവുക. ഞങ്ങൾ വീട്ടിൽ നിന്ന് കയറി രാമനായിട്ട് എത്തുമ്പോഴേക്ക് റിത്തൂസ് ഉറങ്ങിട്ടോ. ഞങ്ങൾ പോണ ഫറൂഖിലേക്കാണ്. റിനുമോക്ക് നാളെ അമ്മ കൊണ്ടുവന്ന ഡ്രസ്സില്ലായിരുന്നോ, അത് കുറച്ച് ലൂസ് ഇനി അതങ്ങോട്ട് മാറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇവർ രണ്ടാളെ എവിടെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അടങ്ങിക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മാറ്റിച്ച് ഇട്ട് നോക്കിച്ചിട്ടാണ് വാങ്ങിക്കൊണ്ടുവന്നത്. പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചുവപ്പ് കാർ കണ്ടപ്പോൾ റിത്തൂസിന് അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ അതും എടുത്ത് ഞങ്ങൾ നേരെ പോണത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് കേട്ടോ. നമ്മുടെ മല്ലിക തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റിത്തുവിനെ കാണാണ്ടാവില്ല കേട്ടോ. റിത്തു മിന്നൽ മാധവനാണ്. നേരെ നോക്കുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ട് കാണാം. പിന്നെ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അപ്പുറത്ത് എവിടെയെങ്കിലും ആവും. അങ്ങനെ റിനുമോളാണെങ്കിൽ ആകെ അന്തം വിട്ടിക്കാണ്. ഞങ്ങൾ വരുമ്പോൾ അത്ര തിരക്കുണ്ടാവില്ല. പിന്നെ ആൾ ഓക്കെ ആയിണ്ടേ. പിന്നെ ആളെ രണ്ടാളെയും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായി. ഞാൻ പിന്നെ പുറകെ ഓടേണ്ടി വന്നിണ്ടേ. റിത്തു ആണെങ്കിൽ അതിൻ്റെ മേലെ കയറി ഇവളെ പിടിക്കണ്ടേ, പക്ഷെ ഇവൾ നിൽക്കണേ ഇല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു നമ്മൾ പോവാറ്, ഞങ്ങൾ വേഗം പോന്നേ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണേ. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് വേഗം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചത്. എനിക്കും റിത്തുവിനും ചുമയാണ്. അപ്പം ഞങ്ങൾ വേഗം ചായയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫലാഫിലും കാട ഫ്രൈയും പഴംപൊരി ബോണ്ട ഒക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. പോരാൻ നേരത്തെ റിത്തുവിന് കാട ഫ്രൈ കണ്ടപ്പോൾ അതും കൂടെ വാങ്ങണം. അതും കൂടെ രണ്ടാളും കഴിച്ചേ. പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.